Hi all, welcome to my online classes. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ആണ്. അപ്പോൾ എന്താണ് സ്ക്യൂനെസ് എന്നും അതേ കണക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെ പറ്റിയും കർട്ടോസിസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്യൂനെസ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് എന്താണ് സിമെട്രി എന്നുള്ള ടേം അറിയണം. അതായത് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത് സിമെട്രിക് എന്ന് പറയണമെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസീസ് നമ്മുടെ ആവറേജ് വാല്യൂവിൻ്റെ രണ്ട് സൈഡിലും either സൈഡിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ വന്നാൽ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സിമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി ഓൺ either സൈഡ് ഓഫ് ആൻ ആവറേജ്, നമ്മുടെ സെൻട്രൽ വാല്യൂവിൻ്റെ either സൈഡിലും ബാക്കി വരുന്ന വാല്യൂസ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമെട്രിയുടെ ജസ്റ്റ് ഡെഫിനേഷൻ നോക്കാം. സിമെട്രി എന്ന് പറഞ്ഞാൽ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് ദ ഫ്രീക്വൻസീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി ഓൺ either സൈഡ് ഓഫ് ആൻ ആവറേജ്, സെൻട്രൽ വാല്യൂവിൻ്റെ either സൈഡിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമ്മൾ ജനറലായിട്ട് എൻ്റെ കർവ് വരുന്ന ഫോമാണ് ഇത് തന്നിരിക്കുന്നത്. അതായത് ഒരു ബെൽ ഷേപ്പ് കർവായിരിക്കും. ഏരിയ അണ്ടർ ദ കർവ് ഈസ് എൻ ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ കർവ് ആയിരിക്കും. അതായത് ഈ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ആവറേജിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ടായിരിക്കും നമ്മുടെ ഏരിയ വരുന്നത്. അതാണ് സിമെട്രിക്കിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് എന്താണ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഈ ലാക്ക് ഓഫ് സിമെട്രി, അതായത് സിമെട്രിക് ആവാത്ത കേസിനെയാണ്, അതായത് ലാക്ക് ഓഫ് സിമെട്രി ഓഫ് എ ഫ്രീക്വൻസി കർവ് ഈസ് കോൾഡ് സ്ക്യൂനെസ്. ഓക്കെ, ലാക്ക് ഓഫ് സിമെട്രിക് ഓഫ് എ ഫ്രീക്വൻസി കർവ് ഈസ് നോൺ ആസ് സ്ക്യൂനെസ്. ഈ സിമെട്രിക്നെസ് വരാത്ത കേസിനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് സ്ക്യൂനെസ് ആണ് മെയിൻലി ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്ക്യൂനെസ്സിനെ നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നെഗറ്റീവ് സ്ക്യൂനെസ്. അപ്പോൾ രണ്ട് ടൈപ്പ് സ്ക്യൂനെസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് സ്ക്യൂനെസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ് സ്ക്യൂനെസ്. ഇനി എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ റൈറ്റ് ടെയിൽ ഓഫ് ദ ഫ്രീക്വൻസി കർവ് ഈസ് മോർ ഇലോങ്ങേറ്റഡ് ദാൻ ദ ലെഫ്റ്റ് ടെയിൽ. അതായത് നമ്മളൊരു കർവ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കപ്പോൾ നമ്മുടെ സെൻട്രൽ വാല്യൂയിൽ നിന്ന്, അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രീക്വൻസി കർവ് വരയ്ക്കപ്പോൾ അതിൻ്റെ റൈറ്റ് ടെയിൽ ലെഫ്റ്റ് ടെയിലിനെയും കാട്ടി കുറച്ചും കൂടെ ഇലോങ്ങേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഷേപ്പ് ഏകദേശം ഈ ഒരു ഫോമാറ്റ് വരും. അപ്പോൾ കൂടുതൽ വാല്യൂസ് എങ്ങോട്ടാണ് വന്നിട്ടുള്ളത്, നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണ് വന്നിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ടാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ സിമെട്രിക് എന്നുള്ള കണ്ടീഷൻ വരുന്നില്ല. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഈക്വൽ ഏരിയ, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ്, റൈറ്റ് സൈഡിലോട്ടാണ് കൂടുതൽ വാല്യൂസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിനെയും കാട്ടി കമ്പയർ ചെയ്യുമ്പം റൈറ്റ് സൈഡ് കുറച്ചുകൂടെ ഇലോങ്ങേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയുന്നതാണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന്. അപ്പോൾ ഈ പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ കർവ് വരയ്ക്കപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും മോഡാണ്. ഓക്കെ, നമ്മുടെ മിഡിൽ വാല്യൂ സപ്പോസ് മീൻ ആണ്, ഇതാണ് നമ്മുടെ മിഡിൽ വാല്യൂ ആയിട്ട് എടുക്കുകയാണ്. ഇത് മെയിൻ വാല്യൂ, മാക്സിമം വാല്യൂ എന്ന് പറയുന്ന മോഡാണ്. എപ്പോഴും മെയിനും മോഡിനും ബിറ്റ്വീൻ ആയിരിക്കും മീഡിയൻ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം മോഡ് നമ്മുടെ ഈ ഒരു കേസിൽ നമുക്ക് പറയാം, മീൻ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഈ ഒരു ഫോമാണ് പോസിറ്റീവ് സ്ക്യൂനെസ്സിൻ്റെ പ്രത്യേകത. മീൻ വാല്യൂവിന് എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡിലെ വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ മീൻ വാല്യൂ മീഡിയനെയും കാട്ടി ഗ്രേറ്റർ ആണ്, മീഡിയൻ മോഡിനെയും കാട്ടി ഗ്രേറ്റർ ആണ് പോസിറ്റീവ് സ്ക്യൂനെസ്സിൻ്റെ കേസിൽ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നെഗറ്റീവ് സ്ക്യൂനെസ് ആണ്. നെഗറ്റീവ് സ്ക്യൂനെസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലെഫ്റ്റ് ടെയിൽ ഓഫ് ദ ഫ്രീക്വൻസി കർവ് ഈസ് മോർ ഇലോങ്ങേറ്റഡ് ദാൻ റൈറ്റ് ടെയിൽ. നമ്മളൊരു സിമെട്രിക് കർവ് വരയ്ക്കപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിനെയും കാട്ടി ഇലോങ്ങേറ്റഡ് ആയിട്ട് വരുന്നു. അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് കൂടുതൽ വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിനെയാണ് നമ്മൾ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ ഇതാണ് നമ്മുടെ മിഡിൽ വാല്യൂ, ഇത് മീൻ,
ഇത് നമ്മുടെ ഹയസ്റ്റ് പീക്കായിട്ട് വന്നിരിക്കുന്നത് മോഡായിട്ട് എടുക്കുക, ബിറ്റ്വീൻ ആയിരിക്കും എപ്പോഴും മീഡിയൻ വരുന്നത്. അപ്പോഴിവിടെ നമുക്ക് നോക്കുമ്പം മീൻ വാല്യൂ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴും എന്തായാലും റൈറ്റ് സൈഡിന് നമ്മൾ സാധാരണ നമ്പർ ലൈൻ നോക്കുന്നതാണൊക്കെ ഓർത്തിരുന്നാൽ മതി. അപ്പം മീൻ വാല്യൂ എന്ന് പറയുന്നത് മീഡിയനും കാട്ടി ലെസ്സാണ്, ആൻഡ് മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡായിരിക്കും. ഓക്കെ, റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് മോസ്റ്റ് വരുന്നത് മോഡാണ്, അതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ. അപ്പം ഇതാണ് നെഗറ്റീവ് സ്ക്യൂനെസ്. നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പം ലെഫ്റ്റ് ടെയിൽ എന്ന് പറയുന്നത് റൈറ്റ് ടെയിലിനെയും കാട്ടി കുറച്ചുകൂടെ ഇലോങ്ങേറ്റഡ് ആയിട്ട് വരുന്ന കേസ്, അതാണ് നെഗറ്റീവ് സ്ക്യൂനെസ്. അപ്പോൾ സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലാക്ക് ഓഫ് സിമെട്രി ഓഫ് ഫ്രീക്വൻസി കർവാണ്. സ്ക്യൂനെസ് ഈസ് ഓഫ് 2 ടൈപ്സ് ആണ്. പോസിറ്റീവ് സ്ക്യൂനെസ്സും ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂനെസ്സും ഉണ്ട്. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയുമ്പം റൈറ്റ് സൈഡിലോട്ട് വാല്യൂസ് ഇലോങ്ങേറ്റഡ് ആയിട്ട് വരും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് കൂടുതൽ വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോസിറ്റീവ് സ്ക്യൂനെസ്സും, ലെഫ്റ്റ് സൈഡിലോട്ട് വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നെഗറ്റീവ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫിഗർ നോക്കുക. അതേ കണക്ക് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് സ്ക്യൂനിൽ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡാണ്. നെഗറ്റീവിൽ മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡാണ്. രണ്ട് കേസിലും മീഡിയൻ എന്ന് പറയുന്നത് മീനിൻ്റെയും മീഡിയൻ്റെയും ബിറ്റ്വീനായിട്ട് വരുന്ന കേസാണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സിമെട്രിക് ഫിഗർ ഉണ്ടല്ലോ, ബെൽ ഷേപ്പ് കർവ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ ബെൽ ഷേപ്പ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മീൻ വാല്യൂ, മീഡിയൻ വാല്യൂ, മോഡ്, ഇത് മൂന്നും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഈ 3 പോയിൻറ്റും ഒരു സിംഗിൾ പോയിൻ്റ്, അതായത് സെൻറ്റർ വാല്യൂവിൽ കോയിൻസൈഡ് ചെയ്യും. ഇത് ഏതിലാണ്? സിമെട്രിക്കിൻ്റെ കേസിലാണ്. സിമെട്രിക്കിൻ്റെ കേസിൽ മീൻ, മീഡിയൻ, മോഡ് ഇതെല്ലാം ഒരു പോയിൻറ്റിൽ കോയിൻസൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് സ്ക്യൂനെസിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർമുല ഫോർ മെഷറിങ് സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ് മെഷർ ചെയ്യാനുള്ള കുറച്ച് ഫോർമുലാസ് ആണ്. അതിൽ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ബോയിൽസ് ഫോർമുലയാണ്. ബോയിൽസ് ഫോർമുല ഫോർ മെഷറിങ് ദ സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ക്വാർട്ടൈൽസിലാണ്. ക്വാർട്ടൈൽസിൻ്റെ ടേംസിലാണ് ബോയിൽസ് ഫോർമുല ഫോർ മെഷറിങ് സ്ക്യൂനെസ്. അപ്പം നമുക്ക് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ മെയിൻലി 2 ഫോർമുലാസാണ് ഉള്ളത്. ഒന്ന് കാൾ പിയേഴ്സൺസിൻ്റെ മെഷർ ഓഫ് സ്ക്യൂനെസ്സും ഉണ്ട്, പിന്നെ ബോയിൽസ് ഫോർമുല ഉണ്ട്. അതിൽ ബോയിൽസ് ഫോർമുല ക്വാർട്ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ പോകുന്നത്. അതിൽ സ്ക്യൂനെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് നമ്മുടെ α3 എന്ന് പറയുന്നത്. α3 കണ്ടുപിടിക്കുന്ന ഫോർമുല Q3 + Q1 - 2Q2 ഡിവൈഡഡ് ബൈ Q3 - Q1. ഈ ഓരോ ക്വാർട്ടൈൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. 3rd ക്വാർട്ടൈൽ, 1st ക്വാർട്ടൈൽ, 2nd ക്വാർട്ടൈൽ. ഓക്കെ, അതിന് നമ്മൾ 3rd ക്വാർട്ടൈൽ എന്നല്ല, അപ്പർ ക്വാർട്ടൈൽ, ലോവർ ക്വാർട്ടൈലും. ഈ Q2 എന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഇത്. ഇനി ഇതേ രീതിയിൽ കാൾ പിയേഴ്സൺസിൻ്റെ ഒരു മെത്തേഡുണ്ട്. കാൾ പിയേഴ്സൺ മെഷർ ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. അതിൻ്റെ ഫോർമുലയാണ്, അവിടെ നമുക്ക് മീൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത് മൂന്നും അറിയാമെങ്കിൽ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇനി ഇത് രണ്ടും അല്ലാതെ നമുക്ക് ഇനി നമ്മൾ അടുത്ത പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ആ മൊമെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് β1 is equal to μ3 square by μ2 ക്യൂബ്. ഈ μ3 μ2 എന്ന് പറയുന്നത് 3rd മൊമെൻറ്റും 2nd മൊമെൻറ്റും ആണ്. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പം ഈ മൊമെൻറ്റ്സ് അറിയാമെങ്കിലും നമുക്ക് എന്താണ് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോർമുലയാണിത്. ഇനി അതേ കണക്ക് വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്, γ1. ഇൻ ടേംസ് ഓഫ് ഗാമയിൽ γ1 is equal to √β1 ആണ്. That is again equal to μ3 by μ2 the whole raised to 3/2, that is equal to α3. അപ്പോൾ ഈ ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ഉപയോഗിച്ചിട്ടാണ് 4 ഫോർമുലേഴ്സാണ് മെയിൻലി നോക്കിയത്. നമുക്ക് സ്ക്യൂനെസ് മെഷർ ചെയ്യാനായിട്ട് മെയിൻലി 4 ഫോർമുലേഴ്സാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ വാല്യൂസ് അതല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഉപയോഗിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് സ്ക്യൂനെസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ സ്ക്യൂനെസ് തന്നെ എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ്സും ഉണ്ട്, നെഗറ്റീവ് സ്ക്യൂനെസ്സും ഉണ്ട്. അപ്പം നമ്മുടെ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് സ്ക്യൂനെസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അതാണ് അടുത്തത്. ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ വാല്യൂ ഓഫ് മെഷർ ഓഫ് സ്ക്യൂനെസ്. അതായത് മെഷർ ഓഫ് സ്ക്യൂനെസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇഫ് ദ മെഷർ ഓഫ് സ്ക്യൂനെസ് ഈസ് 0,
അതായത് നമ്മൾ കണ്ടുപിടിച്ച ആൽഫ 3 അല്ലെങ്കിൽ ബീറ്റ 1 ഗാമ 1 ഇതിലേതെങ്കിലും ഒന്ന് 0 ആയിക്കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദ കർവ് ഈസ് സിമെട്രിക്. അതായത് മെഷർ ഓഫ് സ്ക്യൂനെസ് 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ സ്ക്യൂനെസ് ഇല്ല, ദാറ്റ് ഈസ് ദ കർവ് ഈസ് സിമെട്രിക്കലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇഫ് ഗാമ 1 ഓർ ആൽഫ 3 ഈസ് പോസിറ്റീവ്, അതായത് ഗാമ 1ഉം ആൽഫ 3 എല്ലാം കണ്ടുപിടിക്കപ്പെടുക ഏതെങ്കിലും ഒന്ന്, ഓക്കെ, ഏത് ചെയ്താലും അത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ലീഡ്സ് ടു പോസിറ്റീവ് സ്ക്യൂനെസ്. ഓക്കെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് പോസിറ്റീവ് ആണെങ്കിൽ അത് എന്തിലോട്ട് എന്ത് വാല്യൂസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് സ്ക്യൂനെസ് എന്നാണ് പറയുന്നത്? പോസിറ്റീവ് സ്ക്യൂനെസ്. ഇനി സപ്പോസ് ആൽഫ 1 ഓർ ഗാമ 1 ഈസ് നെഗറ്റീവ്. ഇനി നമുക്ക് കിട്ടുന്ന മെഷർ ഓഫ് സ്ക്യൂനെസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്ക്യൂനെസ്. ഓക്കെ, ആ സ്ക്യൂനെസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ക്യൂനെസ്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് മെഷർ ഓഫ് സ്ക്യൂനെസ് നമ്മൾ ഉപയോഗിച്ചിട്ട് ഏത് ടൈപ്പ് സ്ക്യൂനെസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. വൺസ് മോർ നമുക്ക് നോക്കാം. അതായത് മെഷർ ഓഫ് സ്ക്യൂനെസ് പോസിറ്റീവ് ആണെങ്കിൽ, മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ് ഗാമ 1 ആൽഫ 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ലീഡ്സ് ടു പോസിറ്റീവ് സ്ക്യൂനെസ്. അത് നമുക്ക് പോസിറ്റീവ് സ്ക്യൂനെസ് ആണെന്ന് പറയാം. ഇൻ സപ്പോസ് ഈ വാല്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ അത് എന്ത് സ്ക്യൂനെസ് ആയിരിക്കും? നെഗറ്റീവ് സ്ക്യൂനെസ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് കർട്ടോസിസ് എന്നുള്ളതാണ്. സ്ക്യൂനെസ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ജസ്റ്റ് എന്താണ് കർട്ടോസിസ്. അപ്പോൾ കർട്ടോസിസ് എന്ന് പറയുന്നത്, നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത് സിമെട്രിക്കിൻ്റെ ലാക്ക് ഓഫ് സിമെട്രിക്കാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറഞ്ഞത്. ഇനി കർട്ടോസിസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കർവ് എത്രത്തോളം ഫ്ലാറ്റാണ്, എത്രത്തോളം പീക്ഡ് ആണ് എന്നുള്ളത് വെച്ചിട്ടാണ് കർട്ടോസിസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കർട്ടോസിസ് ഇൻഡിക്കേറ്റ്സ് വെദർ എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫ്ലാറ്റ് ടോപ്ഡ് ഓർ പീക്ഡ്. ഓക്കെ, അതായത് എ മെഷർ ഓഫ് കർട്ടോസിസ് ഇസ് ദെയർഫോർ ദ മെഷർ ഓഫ് പീക്കഡ്നെസ്. ഒരു മെഷർ ഓഫ് കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കർവ് വരയ്ക്കപ്പോഴും ആ കർവ് എത്രത്തോളം പീക്ഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ബൾജ് ചെയ്തിരിക്കും, എത്രത്തോളം ഫ്ലാറ്റ് ആണ് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കർട്ടോസിസിനെ പറ്റി പറയുന്നത്. അപ്പം വെൻ എ ഫ്രീക്വൻസി കർവ് ഈസ് മോർ പീക്ഡ്, നമ്മളൊരു ഫ്രീക്വൻസി കർവ് വരയ്ക്കപ്പോൾ അത് പീക്ക്നെസ് ഏറ്റവും കൂടുതലാണെങ്കിൽ, സാധാരണ നോർമൽ കർവിനെയും കാട്ടി അല്ലെങ്കിൽ സിമെട്രിക്കൽ കർവിനെയും കാട്ടി മോർ പീക്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാൻ ദ നോർമൽ കർവ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ലെപ്റ്റോകർട്ടിക്. ഇനി ഒരു കേസ് പറഞ്ഞോട്ടെ, കർട്ടോസിസിൽ നമുക്ക് മെയിൻലി 3 ടൈപ്പായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ലെപ്റ്റോകർട്ടിക് ഉണ്ട്, പിന്നെ ഒരു പ്ലാറ്റിക്കർട്ടിക് ഉണ്ട്, മീസോകർട്ടിക്. മീസോകർട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കർവാണ്, അതായത് നമ്മൾ സിമെട്രിക്കിൽ വരച്ച കർവാണ് മീസോകർട്ടിക്. ആ നോർമൽ കർവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ നോർമൽ കർവിനെയും കാട്ടി മോർ പീക്ഡ് ആണെങ്കിൽ, ഓക്കെ, പീക്ക്നെസ് നോർമൽ കർവിനെയും കാട്ടി കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. ഇനി സപ്പോസ് ആ നോർമൽ കർവിനെയും കാട്ടി നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്ലാറ്റിക്കർട്ടിക് എന്നാണ് പറയുന്നത്. ഓക്കെ, വെൻ ഇറ്റ് ഈസ് മോർ ഫ്ലാറ്റ് ടോപ്ഡ് ദാൻ ദ നോർമൽ കർവ്. ഓക്കെ, നോർമൽ കർവിനെയും കാട്ടി നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്ലാറ്റിക്കർട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോർമലി പീക്ഡ് കർവിനെ, നോർമൽ കർവിനെ നമ്മൾ പറയുന്ന പേരാണ് മീസോകർട്ടിക് എന്നും പറയും. ഓക്കെ, അപ്പോൾ മീസോകർട്ടിക് ഉണ്ട്, ലെപ്റ്റോകർട്ടിക് ഉണ്ട്, പ്ലാറ്റിക്കർട്ടിക്. മീസോകർട്ടിക് മീൻസ് നോർമൽ പീക്ഡ് കർവാണ് മീസോകർട്ടിക്. ഇനി ലെപ്റ്റോകർട്ടിക് എന്ന് പറയുമ്പം നമ്മുടെ മീസോകർട്ടിക് കർവിനെയും കാട്ടി പീക്ക്നെസ് കൂടുതലാണെങ്കിൽ, മോർ പീക്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ എസ് ലെപ്റ്റോകർട്ടിക്. ഇനി പ്ലാറ്റിക്കർട്ടിക് മീൻസ് ഇറ്റ് ഈസ് മോർ ഫ്ലാറ്റ് ദാൻ ദ നോർമൽ കർവ്. നോർമൽ കർവിനെയും കാട്ടി ഫ്ലാറ്റ് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്ലാറ്റിക്കർട്ടിക്. ഇതിൻ്റെ ഗ്രാഫ് ഏകദേശം ഈ ഒരു ഫോമാറ്റാണ്. ഞാൻ ആ ബ്ലൂ കണക്ക് കൊടുത്തിരിക്കുന്നത് നോർമൽ കർവ്, ദാറ്റ് ഈസ് മീസോകർട്ടിക് ആണ്. അതിനെയും കാട്ടി പീക്ക്നെസ് കൂടുതലാണെങ്കിൽ അതിനെ ലെപ്റ്റോകർട്ടിക് എന്ന്, അതിനെയും കാട്ടി ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ പ്ലാറ്റിക്കർട്ടിക് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് ആണ്. അതായത് കർട്ടോസിസിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ ഫോർമുല നമ്മൾ മൊമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലെ ബീറ്റ 1 എന്ന് പറയുന്നത് സ്ക്യൂനെസിൻ്റെ മെഷറാണ്, ബീറ്റ 2 എന്ന് പറയുന്നത് കർട്ടോസിസിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ്. ആ ബീറ്റ 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി μ4 ഡിവൈഡഡ് ബൈ μ2 സ്ക്വയർ ആണ്. μ4 ആൻഡ് μ2 എന്ന് പറയുന്ന മൊമെൻറ്റ്സ് ആണ്.
ഓക്കെ, അടുത്ത ഗാമ2 എന്ന് പറയുന്നത് β2 - 3. ഇങ്ങനെ രണ്ട് ഫോർമുലാസാണ് നമുക്ക് കർട്ടോസിസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് അത് ഏത് ടൈപ്പ് കർട്ടോസിസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് അടുത്ത കൊടുത്തിരിക്കുന്നത്. അതായത് β2ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് മീസോകർട്ടിക് ആയിരിക്കും. β2 = 3 ആണെങ്കിൽ ആ തന്നിരിക്കുന്ന കർവ് നോർമൽ കർവ്, അതാണ് മീസോകർട്ടിക്. ഓക്കെ, അല്ലെങ്കിൽ ഗാമ വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്യണമെങ്കിൽ ഗാമ2 = 0 ആയിരിക്കണം. ഗാമ2 = 0 അല്ലെങ്കിൽ β2 = 3, അതാണ് നമ്മുടെ മീസോകർട്ടിക്. ഇനി β2 > 3 ആണെങ്കിൽ അത് ലെപ്റ്റോകർട്ടിക്കും. അതിന് ഗാമ വൈസ് പറയുകയാണെങ്കിൽ ഗാമ2 > 0 ആയിരിക്കണം. ഇനി അടുത്ത β2 <3 ആണെങ്കിൽ β2 <3 ആണെങ്കിൽ അതിനെ പ്ലാറ്റിക്കർട്ടിക് എന്നും, അല്ലെങ്കിൽ ഗാമ2 <0 ആയാലും പ്ലാറ്റിക്കർട്ടിക് എന്ന് പറയും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് കർട്ടോസിസ് ഉപയോഗിച്ചിട്ട് ഏത് ടൈപ്പ് കർട്ടോസിസ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേ കണക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.